ഡയലി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യ കോളറിലേക്ക് പ്രവേശിക്കാം. ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? ശിവൻ സാറൊപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, ഞാൻ കോഴിക്കോട് ബ്രില്യൻറ്റിൽ പഠിച്ച സ്റ്റുഡന്റിന്റെ രക്ഷിതാവാണ് വിളിക്കുന്നത്. പറയൂ സാറേ. പിന്നെ സാറേ, അവന് 681 ആണ്. നല്ല 681. അപ്പൊ അവന് നമ്മളിപ്പോ ഫസ്റ്റ് റൗണ്ടില് പിന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ കൊടുക്കല്ലേ? എങ്ങനെയാ അതിന്റെ ഡേറ്റ് പറഞ്ഞു തരും സാർ? നമുക്ക് ഫസ്റ്റിൽ ഓൾ ഇന്ത്യ കോട്ടയിലെ കേരളം, തമിഴ്നാട്, കർണാടക ഒക്കെ ഒരു സീറ്റ് എല്ലാം ഒരു ഓർഡറിൽ കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് നമ്മുടെ സാധ്യത മനസ്സിലാകുന്നത്. അതിന് നമ്മൾ ഫ്രീ എക്സിറ്റ് ഉള്ളതുകൊണ്ട് അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കേരളത്തിലൊരു അലോട്ട്മെൻറ്റിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളെല്ലാം ഓപ്ഷൻ വെച്ചു. അതിലൊരു സീറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കണം. കേരളത്തിലൊരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എടുത്താൽ മാത്രമേ കേരളത്തിൻ്റെ അടുത്ത റൗണ്ടുകളിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പം നമ്മൾ കേരളത്തിലൊരു സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ വീണ്ടും നമ്മൾ ആ കിട്ടാൻ സാധ്യതയുള്ളത് നമുക്ക് മനസ്സിലായി. ഓൾ ഇന്ത്യയിൽ ഏതാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലായി, കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. അതിനനുസരിച്ച് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കുകയും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു തീരുമാനത്തിലെത്തുക. ഓൾ ഇന്ത്യ വഴി മുന്നോട്ട് പോകുന്നതാണോ നമുക്ക് നല്ലത്, കേരള വഴി മുന്നോട്ട് പോകുന്നതാണോ എന്ന് നോക്കുക. ഓൾ ഇന്ത്യ വഴി പോകുന്നതാണ് നല്ലതെന്ന് തോന്നിയാൽ ഓൾ ഇന്ത്യയിൽ ചേരുക. ഓൾ ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെൻറ്റിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, ആ കോളേജിൽ പഠിക്കാം. അതല്ല, കേരളത്തിലാണ് സാധ്യത എന്ന് മനസ്സിലാക്കിയാൽ ഓൾ ഇന്ത്യ സെക്കൻഡിൽ നമ്മൾ പോയി ചേരുന്നില്ല, പകരം കേരള അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്ത് കേരളത്തിൻ്റെ സെക്കൻഡിൽ അഡ്മിഷൻ എടുത്ത് തേർഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യും. ചെയ്യാം. ഓൾ ഇന്ത്യ തേർഡ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മളൊരു തീരുമാനത്തിലെത്തുക ഏത് അലോട്ട്മെന്റ് വഴിയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. ഇല്ല, കുറവാണ്, ഒട്ടും തന്നെ ഇല്ല. കേരളത്തിലിപ്പോ ആപ്ലിക്കേഷൻ കൊടുക്കണതിന് വേറെ ഫീസ് കൊടുക്കേണ്ടി ഉണ്ട്. രണ്ടിലും 10,000 വെച്ച് അടക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് റീഫണ്ട് പൈസ തിരിച്ച് ഡിസംബർ ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വരും. അതല്ലേ? അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട ആയിട്ട് മുന്നോട്ട് പോവുകയാണല്ലേ സാർ നല്ലത്? എന്റെ അഭിപ്രായത്തിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, ബൈ. ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ സാർ, ഞാൻ കണ്ണൂരാണ് വിളിക്കുന്നത്. പറയൂ സാറേ. സാർ, എനിക്ക് 635 മാർക്കാണ്. അപ്പം കേരള EWS ഉണ്ട്. അപ്പം കേരള ഗവൺമെന്റ് MBBS കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? നല്ല സാധ്യതകൾ തന്നെയാണ്. പക്ഷെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുന്നത് കേരളത്തിന്റെ കാറ്റഗറി റാങ്ക് വരണം. EWS നമുക്കറിയാം 130 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ വർഷം 158ാമത്തെ കാറ്റഗറിക്ക് വരെ ലഭിച്ചു. അപ്പോൾ ഈ എത്ര EWS കുട്ടികൾ ഈ ഒരു റേഞ്ചിലുണ്ട് എന്നുള്ളതോ അറിഞ്ഞിട്ട് വേണം നമുക്ക് സീറ്റിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ. ആദ്യം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരും, അതിനുശേഷം കാറ്റഗറി വരുമ്പോൾ 150-നകത്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പിക്കാൻ സാധിക്കും. ഇത് ഏതാണ്ട് ആ റേഞ്ചിനകത്ത് വരുന്ന ഒരു മാർക്കാണ് കേട്ടോ. ഈ വെറ്റിനറി കോഴ്സ് എടുക്കുന്നത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് ഡ്രോപ്പ് ആക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെനാൽറ്റി പോലെ 75,000 ആണ് ലിക്വിഡേഷൻ ഡാമേജ്. സാർ, അപ്പം എനിക്ക് മാർക്കില്ല, അപ്പൊ ഞാൻ ഓൾ ഇന്ത്യ ചാൻസ് വേണ്ട. ഓൾ ഇന്ത്യ അലോട്ട്മെന്റിനെ സമീപിക്കേണ്ട. ഓക്കെ, ബൈ. ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ സാറേ, പറയൂ. അതെ. എന്റെ മോനോട് പാലാ ബ്രില്യന്റിലാണ് പഠിച്ചത്. ഓക്കെ. 695 മാർക്കുണ്ട്. ഓക്കെ. ഓൾ ഇന്ത്യ റാങ്ക് 2866. ഓക്കെ. അപ്പൊ അവന് ഏതെങ്കിലും എയിംസിൽ കിട്ടാൻ സാധ്യതയുണ്ടോ സാറേ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ടയറിലെങ്കിൽ പോലും സെക്കൻഡ് ടൈപ്പ് കോളേജുകൾ, അതായത് ബിലാസ്പൂർ, ഡിയോഗ്, ഹൈദരാബാദ്, അതുപോലുള്ള കോളേജുകൾ ഉറപ്പായിട്ട് വരും. റായ്ബറേലി പോലുള്ള കോളേജുകളെല്ലാം നമ്മൾ ആ കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് ഏതാണ്ട് 4,500 വരെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. തേർഡ് റൗണ്ട് എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് 7,000 വരെ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു എയിംസിൻ്റെ സാധ്യതകളുണ്ട്.
അപ്പൊ നമ്മള് ഈ ഓൾ ഇന്ത്യ റാങ്ക് ഓൾ ഇന്ത്യ കോട്ട മാത്രം നമ്മൾ ചെയ്താൽ മതിയോ? ആദ്യം നമ്മൾ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി എയിംസിന്റെ പോകാവുന്ന ഒരു എല്ലാ കോളേജുകളും കൊടുക്കുക. ഒരു സീറ്റ് അലോട്ട് ചെയ്യപ്പെടും. നമ്മൾ നേരിട്ട് അവിടെ ചെന്ന് ആ ക്യാമ്പസുകൾ കാണണം. കാരണം പുതിയ കോളേജുകളായതുകൊണ്ട് എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്റ്റല്, OP, അവരുടെ ഡെവലപ്മെന്റ് എല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം ചേരാൻ. നമുക്കൊരു 2000-2500 ഓൾ ഇന്ത്യ റാങ്ക് വരെ ആണെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയതാണ്, നമുക്ക് പേടിക്കാനൊന്നുമില്ല. അല്ലാത്ത റായ്ബറേലി, ഡിയോഗ്, ബിലാസ്പൂർ അല്ലെങ്കിൽ അതുപോലെയുള്ള കോളേജുകളിൽ തീർച്ചയായിട്ടും നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നമുക്ക് ചെല്ലണം. കാരണം നമുക്ക് ഇവിടെ നമുക്ക് കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം, അത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ടോപ്പ് കോളേജ്, കർണാടകയിലെ ടോപ്പ് കോളേജൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ എന്താണെങ്കിലും എയിംസിൻ്റെ സെക്കൻഡ് ടൈപ്പ് അല്ല തേർഡ് ടൈപ്പ് കോളേജുകൾ നമ്മൾ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിനെ സമീപിക്കാനും ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിനെ സമീപിക്കാനും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും നല്ലൊരു ഫെസിലിറ്റി കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല. അപ്പൊ ഈ സ്റ്റേറ്റ് കോട്ടയിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അത് ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നു, നമ്മൾ ക്യാമ്പസൊക്കെ കാണുന്നു, അലോട്ട്മെന്റ് എടുക്കുന്നില്ല. കേരള ഫസ്റ്റ് അലോട്ട്മെന്റ് വഴി നമ്മൾ കേരളത്തിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു. വീണ്ടും ഓൾ ഇന്ത്യ സെക്കൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു, കേരളത്തിൽ ഇന്ന സീറ്റ് കിട്ടി, തമിഴ്നാട്, കർണാടക ഇന്ന സ്റ്റേറ്റ് കോട്ടകളൊക്കെ കിട്ടാം. അതിനപ്പുറത്ത് എയിംസിൻ്റെ സാധ്യതകൾ നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കിയത് വെച്ചിട്ട് എവിടെ വരെ കൊടുക്കണം തീരുമാനിച്ചിട്ട് വേണം രണ്ടാമത്തെ റൗണ്ടിനെ സമീപിക്കാൻ. നമുക്കൊരു 2500 റാങ്ക് വരെയെങ്കിലും ആണെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് എയിംസ് പൂർണ്ണമായിട്ടും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തോട്ട് പോകുമ്പം അത്രത്തോളം ഡെവലപ്മെൻറ്റ് ആകാൻ സാധ്യത കുറവാണ്. അങ്ങനെയല്ല സാറേ, ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു എയിംസ് കിട്ടി, അത് അങ്ങനെ കുറച്ചുകൂടി ബെറ്റർ എയിംസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ സെക്കൻഡിൽ? ഒരു ചെറിയൊരു വേരിയേഷൻ മാത്രമേ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും വരികയുള്ളൂ. കാരണം ഓൾറെഡി എയിംസിൽ ചേർന്നവർ മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഏറ്റവും ടോപ്പ് എയിംസുകളിൽ ആദ്യത്തെ ഒരു 7 കോളേജിൽ ചേരുന്നവർ മാറുന്നത് സാധാരണ നമുക്ക് കാണാം. സെക്കൻഡ് റൗണ്ടിലൊന്നും അവിടെ സീറ്റുകൾ പോലും ഉണ്ടാവിട്ടില്ല. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ. ഓക്കെ സാർ, ബൈ. ഹലോ, നമസ്കാരം. ഡയറി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാം. സാർ, എന്റെ പേര് ഫർസാനയാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പറയൂ മോളെ. എനിക്ക് നീറ്റിന് 528 മാർക്കാണ്. ഓക്കെ. അപ്പോ ഈ മാർക്കിന് ഏതൊക്കെ കോഴ്സ് കിട്ടാനാണ് ചാൻസ്? OBC, NCL, മുസ്ലിം കാറ്റഗറിയാണ്. ഉണ്ട്. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ്, BDS, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി അതുപോലുള്ള പ്രോഗ്രാമുകൾ ഗവൺമെന്റ് വിഭാഗത്തിലും. അഗ്രികൾച്ചർ കിട്ടാനുള്ള ചാൻസ് അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ടിലൊക്കെ അഗ്രികൾച്ചറും വരാവുന്നതാണ്. ചെറിയൊരു സാധ്യതയുണ്ട്. അപ്പൊ ഈ മാർക്കിന് ജിപ്മറിലെ BSc നഴ്സിംഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും അതിന്റെയും അലോട്ട്മെന്റിൽ അവിടുത്തെ സെലക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, ബൈ. ഹലോ, നമസ്കാരം. ഡയറി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ഹലോ സാർ, 652 മാർക്കാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ സാധ്യതകൾ വളരെ കുറവാണല്ലോ. നമുക്ക് ആ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എത്രത്തോളം സീറ്റുകൾ കൂടുന്നു എന്നനുസരിച്ചിരിക്കും. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 1-2 അലോട്ട്മെന്റിൽ പങ്കെടുക്കാതെ നമ്മൾ നിന്നിട്ട് സ്റ്റേറ്റിന്റെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണതായിരിക്കും നല്ലത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഒത്തിരി അലോട്ട്മെന്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യാനാവില്ല. കാരണം 2 ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കണം ഇനി ഏത് റൗണ്ടിലൂടെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളത്. കാരണം ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കേരളത്തിലോട്ട് വിടില്ല. അതായത് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് വരെ നോക്കിയിട്ട് കേരളത്തിൽ കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. കേരളത്തിൻ്റെ 3 റൗണ്ടുകൾക്ക് വേണ്ടി ഒറ്റ പ്രാവശ്യം ഓപ്ഷൻ കൊടുക്കാനുള്ളൂ. പിന്നെ സ്ട്രെയിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല കോളേജ് കിട്ടാതെ പോകും. നമ്മളിവിടെ കേരളത്തിൽ സ്വാശ്രയ കോളേജ് ആണെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ ഏത് കോളേജ് വരെ കിട്ടാം? ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണോ സാർ, ഗവൺമെന്റ് കഴിഞ്ഞിട്ട് ഒന്നാമത് വെക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടും. ഏത് കോളേജ് വെച്ചാലും കിട്ടും. ഓക്കെ. ഹലോ, നമസ്കാരം. ഡയറി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധാരാണ് സംസാരിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ സാർ, ശിവൻ സാറല്ലേ? പറയൂ സാറേ. പിന്നെ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. പറയൂ. ഇപ്പൊ നമ്മ സ്പോട്ട് അലോട്ട്മെന്റ് ചെയ്യാനായിട്ട് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ ഇത് കൊടുക്കണോ? അല്ല, നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ അഡ്മിഷൻ എടുക്കരുതല്ലോ. അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ സ്ട്രെയിൽ പരിഗണിക്കുകയില്ല. ഓൾ ഇന്ത്യയുടെ 3ാമത്തെ റൗണ്ട് പറയൂ.
അല്ല അത് കിട്ടൂല എന്തായാലും ഫസ്റ്റത്തെ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി മാത്രം നോക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യ ആണോ കേരളയാണോ നോക്കുന്നത്? ആക്ച്വലി എന്റെ വെസ്റ്റ് ബംഗാൾ ഡൊമിസൈൽ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഓൾ ഇന്ത്യയിലെ സ്ട്രേ വേക്കൻസിക്ക് വേണ്ടിയിട്ട് മാത്രം രജിസ്ട്രേഷൻ ഇല്ല. ഓൾ ഇന്ത്യയുടെ 3rd റൗണ്ടിലെങ്കിലും രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുത്താലേ 3rd കിട്ടിയില്ലെങ്കിൽ 4th പരിഗണിക്കുകയുള്ളൂ. കേരളത്തിൽ അങ്ങനെയല്ല, സ്ട്രേ റൗണ്ടിൽ മാത്രമായിട്ട് വേണം ഓപ്ഷൻ കൊടുക്കാം. വെസ്റ്റ് ബംഗാളിലും അതുപോലെയാണ്, സ്ട്രേ വേക്കൻസിക്ക് വേണേൽ മാത്രമായിട്ട് കൊടുക്കാം. ഈ ലൈക് പ്രൈവറ്റ് കോളേജസിനാണ് സാറേ നോക്കുന്നത്, അപ്പം അതിനും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. അവിടെ നമ്മൾ ആദ്യത്തെ 2-3 റൗണ്ടിലും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റ് റൗണ്ടിൽ ചെയ്താലും മതിയാകും. പക്ഷെ ഓൾ ഇന്ത്യയിൽ അത് അനുവദിക്കുകയില്ല. സാർ ഇപ്പം എനിക്ക് ഈ വെസ്റ്റ് ബംഗാൾ ഡൊമിസൈൽ ആയതുകൊണ്ട് 455 മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പം SC കാറ്റഗറി ആണ്. അപ്പം അവിടെ കിട്ടാൻ ചാൻസസ് സാറിന് വല്ലതും ഇല്ല, ഒട്ടും അറിയില്ല. വെസ്റ്റ് ബംഗാളിന്റെ സാധ്യതകൾ അറിയില്ല. ഓക്കെ ബൈ. ഹലോ, ഡയലി ഡൗട്ട് ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം. ഹലോ, പറയൂ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കാണ്. ഓക്കെ, എന്റെ മകൻ അവിടെ പഠിച്ചതാണ്. അവന് 521 മാർക്ക് ഉണ്ട്, 7 കാറ്റഗറിയാണ്. ഓക്കെ. എന്റെ സംശയം, ഒരു BDS ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലൈഡ് കോഴ്സിലേക്ക് പോകാൻ പറ്റുമോ? നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ, കേരളത്തിന്റെ ഫസ്റ്റ് MBBS BDSന്റെ അലോട്ട്മെന്റിൽ നമ്മളൊരു സീറ്റ് എടുത്തു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ അലൈഡ് കോഴ്സിന്റെ ഒരെണ്ണം നടക്കും. കേരളത്തിലെ MBBS BDSന്റെ 2ാം ഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ അലൈഡ് കോഴ്സുകളുടെ ഒരു അലോട്ട്മെന്റ് നടക്കുന്നത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്ന് അലൈഡ് കോഴ്സിലോട്ട് മാറാം. എന്നാൽ MBBS BDSന്റെ 2ാം ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മാറാൻ അനുവദിക്കുകയില്ല. അപ്പൊ അലൈഡ് കോഴ്സിന്റെ ആദ്യത്തെ റൗണ്ടിൽ സീറ്റ് എടുത്താൽ കുഴപ്പമില്ല, ഇല്ല, മാറാം. അതുപോലെ നമുക്ക് അത് ഇപ്പൊ നമ്മളിപ്പോ BDS എടുത്തില്ല, അലൈഡ് കോഴ്സിലേക്ക് നമ്മൾ ഓപ്ഷൻ കൊടുത്തു, എന്നിട്ട് നമ്മൾ സ്ട്രേ വേക്കൻസി ലെവലിൽ MBBS സീറ്റ് കിട്ടുകയാണെങ്കിൽ മാറാം. അലൈഡ് കോഴ്സിന്റെ ഏത് കോഴ്സിൽ നിന്നും എപ്പോഴാണെങ്കിലും സ്ട്രേ വേക്കൻസി ഉൾപ്പെടെ എപ്പോഴാണെങ്കിലും MBBS BDSനോട് മാറാൻ അനുവദിക്കും. ഓക്കെ. ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം ശിവൻ സാർ, ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. മോൾക്ക് 606 മാർക്കാണുള്ളത്. OBC ഈഴവയാണ്. ശരി. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ സെൽഫ് ഫിനാൻസിംഗ് MBBS കിട്ടുമോ സാറ്? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഉറപ്പായിട്ടും കിട്ടുമല്ലോ അല്ലേ? പിന്നെ അപ്പൊ ഞങ്ങള് കേരള അലോട്ട്മെന്റിന് മാത്രം കൊടുത്താൽ മതിയല്ലോ അല്ലേ? തീർച്ചയായിട്ടും കേരള മാത്രം കൊടുത്താൽ. ഓക്കെ. ഒറ്റ കാര്യം കൂടി സർ, അഗ്രികൾച്ചറിലും BDSും കിട്ടുമോ? സെൽഫ് ഫിനാൻസിങ് BDS കിട്ടുള്ളൂ. ഗവൺമെന്റ് BDS കിട്ടാൻ പാടാണ്. അഗ്രികൾച്ചർ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു സർ. ഡയലി ഡൗട്ട് ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? നമസ്കാരം ശിവൻ സാറേ, ഞാൻ അബുദാബിന്നാണ് വിളിക്കുന്നത്. പറയൂ സാറേ. എന്റെ മോൾക്ക് വേണ്ടി വിളിക്കുന്നത്. ഓക്കെ. മോള് പാല ബ്രില്യന്റിലാണ് പഠിച്ചത്. അവൾക്ക് 667 മാർക്ക്. ഓക്കെ. അപ്പോ കേരളത്തിൽ എവിടെ കിട്ടാൻ സാധ്യത ഉള്ളത്? കേരളത്തിലെ നമുക്ക് കേരള അലോട്ട്മെന്റ് വഴി കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി കൊല്ലം, ഇടുക്കി, കോന്നി, പാലക്കാട്, എറണാകുളം സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ മാത്രമാണ് ആഗ്രഹമെങ്കിൽ ഓൾ ഇന്ത്യയുടെ 2 അലോട്ട്മെന്റിലും കേരളത്തിലും ഗവൺമെന്റ് മാത്രം വെക്കുക. കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ ഓൾ ഇന്ത്യയുടെ 3rd അലോട്ട്മെന്റിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന ആഡ് ചെയ്യുക. തീർച്ചയായിട്ടും 100%. ഡയലി ഡൗട്ട് ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, പറയൂ സാറേ, പറയൂ, കേൾക്കാം. ഓക്കെ സാറേ, പറയൂ. 10,000 മുസ്ലിം കാറ്റഗറിയാണ്, മുസ്ലിം 17,800. ഓക്കെ. നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി, MCCയുടെ വെബ്സൈറ്റ് വഴി നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ നേരിട്ട് എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ബ്രില്യന്റിൽ നിന്ന് എല്ലാവരെയും നേരിട്ട് അറിയിക്കും. ഒപ്പം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പത്രങ്ങളിലെല്ലാം പ്രധാന വാർത്തയായി വരും. ഓക്കെ. രണ്ടിനും OBC വിഭാഗമായതുകൊണ്ട് ഓൾ ഇന്ത്യക്ക് 5,000 രൂപയും കേരളയ്ക്ക് 10,000 രൂപയും അടയ്ക്കേണ്ടതായി വരും. ശരി. ഓക്കെ.
ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം ശിവനാഥ്. നമസ്തേ, പറയൂ. ഞാൻ പള്ളിത്തോട്ടിന്നാണ് വിളിക്കുന്നത് സാർ. ഓക്കെ ഓക്കെ എന്റെ മകന് 659 മാർക്കാണ്. ഓക്കെ. അപ്പം സാറേ ഈ ഓൾ ഇന്ത്യ AFMS സാധ്യത ഉണ്ടോ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആണാണ്. ആൺകുട്ടിയാണ്, തീർച്ചയായിട്ടും ഉണ്ടാവും. ഷോർട്ട് ലിസ്റ്റിൽ പേരുണ്ടാവും. സാറേ പിന്നെ EWS ഉണ്ടേ? ഓക്കെ, കേരള EWS ഉണ്ട്. നന്നായി. അപ്പൊ കേരളത്തിലോ ആണ് നോക്കുന്നത്. അപ്പൊ AFMCയുടെ ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ കേരളത്തിൽ സീറ്റ് ഉണ്ടാവും. എന്നിട്ട് AFMCയുടെ ഫൈനൽ ലിസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് തീരുമാനം എടുക്കാനുള്ള സാവകാശം ലഭിക്കും. കേരളത്തിൽ കോട്ടയം സാധ്യത ഉണ്ടോ സാറേ? 100%. ശരി സാറേ, നമസ്തേ. ഓക്കെ, ബൈ. ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, പറയൂ സാറേ, കേൾക്കാം. നമസ്കാരം. ഞാൻ ഖത്തറിലാണ് സാറേ. ഓക്കെ, പറയൂ. ശിവൻ സാറല്ലേ? അതെ അതെ, പറയൂ. സാറേ, ഞാൻ സുജികുമാർ പുതുശ്ശേരി. ഓക്കെ. പിന്നെ DRP കോഴിക്കോട് ബ്രാഞ്ചിൽ പഠിച്ച കുട്ടിയുടെ അച്ഛനാണ്. ഓക്കെ. ഇപ്പോ മോക്ക് 671 മാർക്കാണ് OBC NCL. ഓക്കെ, റാങ്ക് 13,322. ശരി. കേരളത്തിൽ പഠിക്കണമെന്നാണ് ഇപ്പൊ ആഗ്രഹം. കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ ഈ 671 മാർക്ക്? തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി കേരളത്തിൽ സീറ്റ് കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. എറണാകുളം, മഞ്ചേരി, അതുപോലെ കൊല്ലം, ഇടുക്കി, കോന്നി, അങ്ങനെയുള്ള പാലക്കാട് പോലുള്ള കോളേജുകളിൽ ഉറപ്പായിട്ട് സീറ്റ് ഓൾ ഇന്ത്യ കോട്ട വഴി ലഭിക്കും. ഓൾ ഇന്ത്യ കോട്ട കേരള വഴി കിട്ടാൻ സാധ്യത കുറവാ? കേരള കോട്ട വഴി 3ാമത്തെ റൗണ്ടിലൊക്കെ ആയിരിക്കും ഈ റേഞ്ചിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത. ഓക്കെ. അല്ല സാർ, ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മള് ഫസ്റ്റ് ഏതെങ്കിലും ഒരു കോളേജിൽ ചേർന്ന് അവിടുന്ന് പിന്നെ നമ്മളിപ്പോ കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടിയാൽ അവിടെ കേരളത്തിൽ വന്ന് ചേർന്ന് പിന്നെ കേരളത്തിലെ അലോട്ട്മെന്റിന് പിന്നെ നമുക്ക് ചാൻസ് കിട്ടുമോ? ഈ 1ാമത്തെ അലോട്ട്മെന്റിൽ മാത്രമേ ഓൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലോട്ട് വിടുകയുള്ളൂ. 2ാം ഘട്ടത്തിലോ 3ാം ഘട്ടത്തിലോ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കേരള അലോട്ട്മെന്റിലോട്ട് പങ്കെടുപ്പിക്കുകയില്ല. ഒന്നാം ഘട്ടത്തിൽ നമ്മളെ കേരളത്തിൽ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കേരള അപ്ഗ്രേഡിന് സാധ്യത ഉണ്ടോന്നാണ്? തീർച്ചയായിട്ടും കേരളത്തിന്റെ സെക്കൻഡിലോട്ടും തേർഡിലോട്ടും പരിഗണിക്കും. ഓൾ ഇന്ത്യയിലോട്ട് വിടുകയെന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ, നമസ്തേ സാറേ. നമസ്തേ, പറയൂ. നമസ്കാരം. നമസ്തേ സാറേ, ഞാൻ ഒമാനിൽ നിന്ന് വിളിക്കുവാണ്. ഓക്കെ. എന്റെ മോക്ക് 613 ആണ്. Okay. ക്രിസ്ത്യൻ മൈനോറിറ്റി ആണ്. ഓക്കെ. അപ്പം നമ്മുടെ പ്രൈവറ്റ് കോളേജസ് ഈ ജൂബിലി അമലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കിട്ടിയിട്ടുണ്ട്. 5,500 വരെ ജൂബിലിയും 6,400 ഒക്കെ അമല, എല്ലാ കോളേജുകളും കിട്ടിയിട്ടുണ്ട്. ഇത്തവണ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സാറേ, അപ്പൊ ഞാൻ എന്റെ ഡൗട്ട്, ഞാനിപ്പം കേരള ഇത് വെക്കുമ്പോഴത്തേക്ക് സെൽഫിനായി വെക്കുമ്പോഴത്തേക്ക് ജൂബിലിയും അമല MOC മാത്രം വെച്ചാൽ മതിയോ? അത് നമുക്ക് അപകടകരമാണ്. നമുക്ക് തേർഡ് അലോട്ട്മെന്റ് വരെ നമുക്ക് സാധ്യതയുണ്ടല്ലോ, അപ്ഗ്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകാമല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എല്ലാ കോളേജുകളും അതിന്റെ പ്രയോറിറ്റി ഓർഡറിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ആ കോളേജ് വെച്ചിട്ട് അതിന്റെ മൈനോറിറ്റി തൊട്ടടുത്ത് വെക്കണമെന്ന് മാത്രം. ജൂബിലിയുടെ മൈനോറിറ്റി, അമലയുടെ മൈനോറിറ്റി, കോലഞ്ചേരിയുടെ മൈനോറിറ്റി, അങ്ങനെ ഓർഡറിൽ മുഴുവൻ കോളേജുകളും കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ബൈ. ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധാരാണ് സംസാരിക്കുന്നത്. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. പറയൂ മാഡം. അവൾക്ക് 655 മാർക്കുണ്ട്. LA ആണ് ഞങ്ങള്. ഓക്കെ. അന്നേരം കേരളത്തിൽ കൊടുത്താൽ മതി, അതോ ഓൾ ഇന്ത്യ കൊടുക്കണം? വേണ്ട, കേരളത്തിന്റെ അലോട്ട്മെന്റുകൾ കൊടുത്തിട്ട് ആദ്യത്തെ 2 അലോട്ട്മെന്റുകൾ നോക്കിയിട്ട് സീറ്റുകൾ കിട്ടുന്നില്ലെങ്കിൽ മാത്രം തേർഡ് അലോട്ട്മെന്റിൽ ഓൾ ഇന്ത്യയിൽ പങ്കെടുത്താൽ മതിയാകും. കേരളത്തിൽ ഗവൺമെന്റ് സീറ്റുകൾ കിട്ടും. ആപ്ലിക്കേഷൻ കൊടുക്കണോ ഓൾ ഇന്ത്യയുടെ? വേണ്ട, തേർഡ് റൗണ്ടിൽ കൊടുത്താൽ മതിയാകും. അന്നേരം അങ്ങനെ കയറി കൊടുക്കാൻ പറ്റും അല്ലേ? തേർഡ് റൗണ്ട് വരെ നമുക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനും ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ തേർഡിൽ കൊടുത്താൽ മതി. ശരി സാറേ. ഓക്കെ. ഹലോ, ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത് എവിടെ നിന്നാണ്? ആരാണ് വിളിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എനിക്ക് 686 സ്കോർ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ OBC മുസ്ലിം കാറ്റഗറിയാണ്. ഓക്കെ. അപ്പോ തൃശ്ശൂരോ കോട്ടയോ കിട്ടാൻ ചാൻസ് ഉണ്ടോ സാർ? തീർച്ചയായിട്ടും 100%. അപ്പൊ ഓൾ ഇന്ത്യയിൽ കൊടുക്കാതെ സ്റ്റേറ്റ് കോട്ട വഴി മാത്രം കൊടുത്താൽ മതിയാവോ? തീർച്ചയായിട്ടും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധാരാണ് സംസാരിക്കുന്നത്.
സാറേ സാർ എന്റെ മോൾക്ക് 659 മാർക്കാണ്. 659 659. ഓൾ ഇന്ത്യ റാങ്ക് 22,301. OBC NCL ഈഴവയാണ്. അപ്പൊ കേരളത്തിൽ കിട്ടാൻ സാധ്യതയുണ്ടോന്ന് അറിയാം. അല്പം സാധ്യത കുറവാണ്. നമ്മൾ ആദ്യം കിട്ടുന്ന ഗവൺമെന്റ് സീറ്റ് എടുക്കുന്നതാണ് അഭികാമ്യം. ഓൾ ഇന്ത്യയിലെ എവിടെയാണോ, കേരള വഴിയാണോ ഓൾ ഇന്ത്യ വഴിയാണോ, ആദ്യം ഗവൺമെന്റ് സീറ്റ് എവിടെ വരും അതെടുക്കുകയും അതിന്റെ ഹയർ അലോട്ട്മെന്റിലോട്ട് പോവുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ചിടത്ത് ചിലപ്പോൾ എത്തിക്കൊള്ളണമെന്നില്ല. തമിഴ്നാട് കർണാടകയിലൊക്കെ എല്ലാ സാധ്യതയുണ്ട്. തേർഡ് അലോട്ട്മെന്റ് ആയിട്ട് വരികയുള്ളൂ. ആദ്യം കിട്ടുന്ന ഗവൺമെന്റ് സീറ്റ് എടുക്കണം. ഓക്കെ, താങ്ക് യു സാർ. ഡാലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? പറയൂ, കേൾക്കാം. മോൾക്ക് 653 മാർക്കാണ്. അപ്പോ എവിടെങ്കിലും ചാൻസ് ഉണ്ടോ? LC കാറ്റഗറിയാണ്. കേരളത്തിൽ നല്ല സാധ്യതയല്ലേ? കേരളത്തിൽ ഗവൺമെന്റ് സീറ്റുകൾ കിട്ടും. കേരള ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഓൾ ഇന്ത്യയിൽ അല്പം സാധ്യത കുറവാണ്. ആദ്യം കൊടുക്കണ്ട, കേരളത്തിലെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് കൊടുത്താൽ മതിയാകും. ഓക്കെ, ബൈ. ഹലോ, ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ഞാൻ വിളിക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് മണ്ണാർക്കാട് നിന്നാണ്. പറയൂ സാറേ. എന്റെ മോന് 14,372 റാങ്ക്, 670 മാർക്ക്. ഓക്കെ. പിന്നെ നമ്മൾ കേരളവും അല്ലെങ്കിൽ തമിഴ്നാടും നമുക്കൊരു ആഗ്രഹിക്കുന്നത് കിട്ടാൻ സാധ്യത ഉണ്ടോ സാറേ? 100%. എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ? ജനറൽ കാറ്റഗറി ആണോ? OBC ആണ്. ഓക്കെ, അപ്പം ഓൾ ഇന്ത്യ വഴിയും കിട്ടും, കേരളം കിട്ടും, കേരള വഴിയും കിട്ടും, തമിഴ്നാടും നല്ല സീറ്റുകൾ കിട്ടും. ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ സീറ്റുകൾ എവിടെയാണ്? കേരളത്തിലും തമിഴ്നാട്ടിലും നല്ല കോളേജിൽ ലിസ്റ്റിൽ ഏതൊക്കെ കോളേജാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ തമിഴ്നാടിന്റെ 12,000 തൊട്ടുള്ള കോളേജുകളിൽ ധർമ്മപുരി, പുതുക്കോട്ട, സേലം, തേനി അതുപോലുള്ള ധാരാളം കോളേജുകൾ, ഏതാണ്ട് 35 കോളേജുകളിൽ. കോയമ്പത്തൂർ ESI മെഡിക്കൽ കോളേജ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ആ റൂട്ടിലുള്ള എല്ലാ കോളേജുകളും, പുതിയതായിട്ട് തുടങ്ങിയ കോളേജുകളും കിട്ടാൻ സാധ്യതയുണ്ട്. മധുര പാടായിരിക്കും. മറ്റേ കേരളത്തില് നമുക്ക് ഈ പിന്നെ സെക്കൻഡ് റൗണ്ടിലൊക്കെ ആയിട്ട് ഈ മഞ്ചേരി, അതുപോലെ എറണാകുളം, മഞ്ചേരി, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ പറയുന്ന ലിസ്റ്റ് മാത്രം കൊടുത്താൽ മതിയോ ഫസ്റ്റ് റൗണ്ടില്? മതിയാവും. ഓൾ ഇന്ത്യയിൽ അത് മാത്രം മതി. കേരളം, തമിഴ്നാട് മാത്രം കൊടുത്താൽ മതിയാവും. സെക്കൻഡ് റൗണ്ടിൽ അതന്നെ കൊടുത്താൽ മതിയോ? അതെ. ഈ ഫസ്റ്റിലോ സെക്കൻഡിലോ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ ഈ ലിസ്റ്റ് മാത്രം കൊടുക്കാം, മറ്റ് സംസ്ഥാനങ്ങളൊന്നും വേണമെങ്കിൽ തേർഡിൽ കൊടുക്കാം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തേർഡിൽ കൊടുക്കാം. തേർഡില് അല്ലേ? ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധാരാണ് സംസാരിക്കുന്നത്. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. നമസ്തേ സർ, എന്റെ പേര് കൃഷ്ണ. എനിക്ക് നീറ്റില് കിട്ടിയ സ്കോർ 611. ഞാൻ ജനറൽ കാറ്റഗറിയിലാണ്. എനിക്ക് ചോദിക്കാനുള്ള, എനിക്ക് ഏതൊക്കെ സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജിന് എലിജിബിലിറ്റി ഉള്ളതെന്നാ? യാതൊരു റിസർവേഷനുകൾ ഇല്ലാന്നല്ലേ പറഞ്ഞത്? ജനറൽ. അതെ. റിസർവേഷൻ ഇല്ല. തൃശ്ശൂരോ? എറണാകുളം. നമുക്ക് ശ്രീനാരായണ, KMCT, മലബാർ, PK ദാസ്, വയനാട് വിംസ്, SUT, സോമർവെല്ല്, അൽനസർ, അസീസിയ, മൗണ്ട് സിയോൺ അതുപോലുള്ള കോളേജുകൾ. കോലഞ്ചേരി കിട്ടാൻ സാധ്യതയുണ്ടോ? ക്രിസ്ത്യൻ ആണോ? അല്ല. അല്ലെങ്കിൽ അല്പ സാധ്യത കുറവാണ്. തൃശ്ശൂരിലെ ജൂബിലിയോ? ഇല്ല. ഓക്കെ സർ, താങ്ക് യു. ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ഹലോ സാറ്, നമസ്കാരം. ഹിന്ദു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിയാണ്. 662 മാർക്കാ സാറേ. അപ്പം കേരളത്തിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ടോ സാറേ? നമ്മൾ ലിസ്റ്റ് ഓപ്ഷൻ വെക്കുമ്പോ എങ്ങനെയൊക്കെ ആയിരിക്കും? നമ്മളെ OEC വിഭാഗം വല്ലതാണോ? BH മാത്രമേ കിട്ടുള്ളൂ? OEC വരും. OEC. ഓക്കെ, അപ്പൊ നമുക്ക് ഗവൺമെന്റ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസ് ഇല്ലാത്തത് കൊണ്ട് 2 സീറ്റുകളും കൊടുക്കാം. ഗവൺമെന്റ് എല്ലാ കോളേജുകളും കൊടുത്തിട്ടാണ് സ്വകാര്യ മേഖല കൊടുക്കുന്നതെങ്കിൽ ഗവൺമെന്റ് തന്നെ കിട്ടുകയും ചെയ്യും. അല്ല സാറേ, നിലവിലെ ഇതനുസരിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വേണമെന്നാ നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കിട്ടും. ഗവൺമെന്റ് കേരളത്തിൽ കിട്ടുമോ സാറേ? കിട്ടും.
അപ്പൊ നമ്മള് പിന്നെ ഓൾ ഇന്ത്യ കൊടുക്കുമ്പം മറ്റ് സ്റ്റേറ്റ് കെട്ടണ്ടായല്ലോ. സെക്കൻഡ് 62 മാർക്ക്. കേരളത്തിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ലെങ്കിൽ സെക്കൻഡോ തേർഡോ ഓൾ ഇന്ത്യ കൊടുത്താൽ മതിയാകും. ശരി ശരി സർ. പിന്നെ സാർ എലിജിബിലിറ്റി സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചതാക്കി, അപ്പൊ നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അത് പക്ഷെ പോകുമ്പോൾ മതി. ആ അലോട്ട്മെന്റ് തമിഴ്നാടാണ് എടുക്കുന്നതെങ്കിൽ അപ്പം എടുക്കാം. ഇപ്പോഴത് എടുത്തു വെക്കേണ്ടതില്ല. അത് നമുക്ക് എങ്ങനെയാ സാർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്? TNMGRMU.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇമെയിലോട്ട് അയച്ചു തരും. ശരി സാർ. ഓക്കെ. ഡയലി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ സർ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. സർ, മോൾ അവിടെ ഈ തവണ എക്സാം കഴിഞ്ഞതായിരുന്നു. 570 ആണ് സ്കോർ. ഓക്കെ. ഞങ്ങൾ കർണാടക ഡൊമിസൈലുണ്ട് നമ്മൾക്ക്. അപ്പോ സർ, നമ്മൾക്ക് ഇവിടെയുള്ള ഒരു പ്രയോറിറ്റിയാണ് നമ്മൾക്ക് ഇവിടുത്തെ പ്രൈവറ്റ് കോളേജസിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള ഒരു ഇതുണ്ട്. നമുക്കതിന് വലിയ ചാൻസ് ഉണ്ട് സർ. നമുക്കൊരു റിമോട്ട് ചാൻസുകളാണ് ഉള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജുകൾ കിട്ടാതെ പോകും. ഏതെങ്കിലും ഒരു കോളേജുകളിലൊക്കെ ലാസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റിൽ വരികയും ചെയ്യും. തീർച്ചയായും. ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ അർബൻ ഏരിയാസിലാണോ സർ? അത് തന്നെ, ബാംഗ്ലൂർ ബേസ്ഡ് അർബൻ ഏരിയയിലുള്ള കോളേജുകൾ അല്പം കുറവായിരിക്കും. എന്നാൽ റിമോട്ട് ഏരിയ തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഡയലി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ശിവൻ സാർ, എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പറയൂ സാറേ. മോൾക്ക് 687 ആണ് മാർക്ക്. ഓക്കെ. OBC മുസ്ലിം ആണ്. ഓക്കെ, നല്ല മാർക്കുണ്ട്. കാലിക്കറ്റിനുള്ള സാധ്യത എങ്ങനെയാണ് സർ? നമുക്ക് ഓൾമോസ്റ്റ് അറിയാലോ, എല്ലാ കുട്ടികളുടെയും ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് അല്പം സാധ്യത കുറവായിരിക്കും. അപ്പം ഈ ഒരു റേഞ്ചിൽ ബെർലിനിൽ ഏതാണ്ട് 595 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്, ഈ ഒരു 687 റേഞ്ചിൽ. അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരള റാങ്ക് എന്ന് പറയുന്നത് 700-750 ഇടയ്ക്കായിരിക്കും. അപ്പം കോഴിക്കോട് കിട്ടാനുള്ള സാധ്യത ജനറലായിട്ടോ OBC കാറ്റഗറി അനുസരിച്ച് കിട്ടാനുള്ള സാധ്യത അല്പം കുറവ് തന്നെയാണ്. ഓൾ ഇന്ത്യ കോട്ട വഴിയും അല്പം കുറവാണ്. സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും സാറിന് പഠിക്കാനുള്ള സാധ്യത കേരളത്തിൽ. ഓൾ ഇന്ത്യ കോട്ട വഴി ട്രൈ ചെയ്യണോ സാർ? ഓൾ ഇന്ത്യ കോട്ട വഴിയും കൊടുക്കാം, പക്ഷെ സാധ്യത കുറവ് തന്നെയാണ്. സാറിന്റെ അടുത്ത പ്രിഫറൻസ് ഓർഡർ കോഴിക്കോട് കഴിഞ്ഞിട്ടുള്ള പ്രിഫറൻസ് ഓർഡറിൽ പഠിക്കാനായിരിക്കും സാധ്യത. സാർ, ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടി സാർ, ഇപ്പൊ നമ്മള് റാങ്കിൽ കുറവുള്ള ഒരു കുട്ടി, നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തത് അവര് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്താലും നമുക്കാണ് പ്രിഫറൻസ് കിട്ടുക, ആ കുട്ടിക്കാണ്? നമുക്കാണ്, റാങ്കിനാണ് പ്രിഫറൻസ്. നമുക്കൊരു സീറ്റ് തന്നിട്ട് അടുത്തയാളുടെ എന്താണെന്ന് പോലും നോക്കുന്നുള്ളൂ. ഡയലി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധാരാളം സംസാരിക്കുന്നത്. ഹലോ ഡോക്ടർ, ഞാൻ എന്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പറയൂ. 24 മിനിറ്റ്സില് 681 ആയിരുന്നു സ്കോർ. മുസ്ലിം ആണ്. ഓക്കെ. അപ്പോ ഏതൊക്കെ കേരള അലോട്ട്മെന്റിൽ ഏതൊക്കെ കോളേജിൽ കിട്ടാനായിരുന്നു? നമുക്ക് ഇപ്പം ബെർലിനിൽ ഈ 680 റേഞ്ചിൽ ഏതാണ്ട് 800 കുട്ടികളാണുള്ളത്. അപ്പോൾ കേരള റാങ്ക് സ്വാഭാവികമായിട്ട് 1100 റേഞ്ചിലായിരിക്കും കേരള റാങ്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് റാങ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, കോന്നി, പത്തനംതിട്ട, അതുപോലെ തന്നെ എറണാകുളം, മഞ്ചേരി ഒക്കെയുള്ള കോളേജുകളൊക്കെ നമുക്ക് ഈ അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓൾ ഇന്ത്യ കോട്ട വഴിയാണെങ്കിലും കേരളത്തിൽ ഇതേ സീറ്റുകൾ തന്നെയായിരിക്കും കിട്ടുന്നത്. അതല്ലാതെ തമിഴ്നാട്, കർണാടകയാണെങ്കിൽ അവിടുത്തെ ടോപ്പ് കോളേജുകൾ ഹസൻ, ബൽഗാം, മാണ്ഡ്യ, ഹൂബ്ലി പോലുള്ളതും, തമിഴ്നാട്ടിൽ തിരുനെൽവേലി, തഞ്ചാവൂർ, ട്രിച്ചി, മധുര, ഒമൻട്രാർ പോലുള്ള ടോപ്പ് കോളേജുകളും ഒക്കെ കിട്ടുന്നതായിരിക്കും. ബൈ. ഡയലി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്തേ, പറയൂ സാറേ. ഞാൻ UAE നിന്ന് വിളിക്കുക, എന്റെ മോന്റെ കാര്യത്തിന്. ഓക്കെ സാർ, എന്റെ മോന് 600 മാർക്കുണ്ട്. ഓക്കെ. നമ്മള് സെൽഫ് ഫൈനാൻസിങ് ആണ് നോക്കുന്നത്. ഓക്കെ. ഇതിനകത്ത് സാർ എനിക്ക് 2 സംശയമുണ്ട്. ഇപ്പം സെൽഫ് ഫൈനാൻസിങ് നോക്കുമ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? വേണ്ട, നമുക്ക് കേരള വഴി മാത്രം മുമ്പോട്ട് പോയാൽ മതിയാവും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ സാർ, നമ്മൾ കേരളയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കോളേജ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് എന്താണെങ്കിലും സീറ്റ് അക്സെപ്റ്റ് ചെയ്യണം, ഫീസ് മുഴുവൻ അടയ്ക്കണം. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ കൺഫേം ചെയ്ത് സെക്കൻഡ് റൗണ്ടിന്റെ സാധ്യതകൾ മനസ്സിലാക്കാം. വീണ്ടും തേർഡ് റൗണ്ടിലോട്ട് പോകാം.
തേർഡ് റൗണ്ടിൽ ഏത് കോളേജിലാണോ കിട്ടുന്നത് അവിടെ ആയിരിക്കും പഠിക്കുന്നത്. ഫസ്റ്റിൽ നിന്ന് തേർഡ് വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഫസ്റ്റ് കിട്ടിയാൽ നമ്മൾ ആദ്യം പോയി അഡ്മിഷൻ എടുക്കണം. മുഴുവൻ ഫീസ് അടച്ച് മുഴുവൻ സർട്ടിഫിക്കറ്റിലും കൊടുത്ത് അഡ്മിഷൻ തന്നെ എടുക്കണം. എന്നിട്ട് അപ്ഗ്രേഡേഷൻ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാം. ബൈ. ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സാർ, ഞാൻ ട്രിവാൻഡ്രത്താണ് വിളിക്കുന്നത്. പറയൂ. എന്റെ സ്കോർ 460 ആണ്, ജനറൽ ആണ്. അപ്പോ കേരളത്തിലെ BHMSന്റെ ചാൻസ് ഒന്ന് പറയാമോ? നമുക്ക് അലോട്ട്മെന്റുകളുടെ തേർഡ് അലോട്ട്മെന്റ്, ഫോർത്ത് അലോട്ട്മെന്റ് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ തീർച്ചയായിട്ടും സീറ്റുകൾ ലഭിക്കും. ഓക്കെ സാർ. ഓക്കെ. ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, എന്റെ പേര് ജാസിം എന്നാണ്. പറയൂ. ഞാൻ മലപ്പുറത്താണ് വിളിക്കുന്നത്. ഓക്കെ. ഞാൻ കോഴിക്കോട് വിളിയിലാണ് പഠിച്ചിരുന്നത്. ഓക്കെ. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം 655 655 മാർക്ക്. ഓക്കെ. OBC MCയിലാണ്. എനിക്ക് എന്റെ ചാൻസസ് ഒന്ന് പറയാൻ പറ്റുമോ? ഓൾ ഇന്ത്യ കോട്ടയുടെ അവസാന സാധ്യതകൾ ആന്ധ്ര, തെലങ്കാന, ആസാം അതുപോലുള്ള കോളേജുകളിൽ ഉറപ്പായിട്ടൊരു ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ലഭിക്കും ലാസ്റ്റ് റൗണ്ടിൽ. പ്ലസ് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് സീറ്റുകളും. നമുക്ക് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് മാത്രം കേരളത്തിൽ BDS കൊടുത്താൽ മതിയാകും. താങ്കളെ സംബന്ധിച്ചോളം കേരളത്തിൽ സ്ട്രേ വേക്കൻസിയിൽ BDS പങ്കെടുക്കുന്നതായിരിക്കും അഭികാമ്യം. സ്ട്രേ വേക്കൻസിയിൽ 4ാമത്തെ റൗണ്ടിൽ BDSന് പങ്കെടുക്കുന്നതായിരിക്കും നല്ലത്. ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എറണാകുളത്താണ് വിളിക്കുന്നത്. 477 മാർക്കേ ഉള്ളൂ. ഇവിടെ കീമിൽ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അത് NRI ഓപ്റ്റ് ചെയ്തില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ അമൃത, മണിപ്പാല, എനപ്പോയ, നിറ്റെ പോലുള്ള ഡീംഡ് കോളേജുകളിൽ 18, 20, 22 lakhs പെർ ഇയറിന്റെ MBBS സീറ്റുകൾക്ക് 3 lakhs, 4 lakhs, 5 lakhsന്റെ BDS സീറ്റുകൾക്കും സാധ്യതയുണ്ട്. നല്ല സാധ്യതയുണ്ട്. ഈ വർഷം ഫീസ് അല്പം കൂട്ടിയിരിക്കുന്നുണ്ട്, 25 lakhs ആക്കിയിരിക്കുന്നത് കൊണ്ട് സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലേക്ക് കൊടുക്കാനാണെങ്കിലോ പക്ഷേ 13.5 + 4 ഏതാണ്ട് 17.5 ആകും തമിഴ്നാട്ടില്. ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെന്റുകളിലൊക്കെ ചെറിയൊരു സാധ്യതയുള്ളൂ. നമുക്ക് ഡീംഡ് മെഡിക്കൽ ഈ ആഴ്ച ആപ്ലിക്കേഷൻ വിളിക്കും. ഇല്ല, ഇതുവരെ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ നമസ്തേ, ഹൈദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സാറേ, പറയൂ. സാറേ, മോക്ക് 646 മാർക്കുണ്ട്. ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. എനിക്ക് 3 ഡൗട്ടാണ് സാറേ ഉള്ളത്. ഒന്നാമത്തെ കാര്യം, ഡീംഡ് യൂണിവേഴ്സിറ്റി നോക്കുന്നുണ്ട്. അപ്പം മണിപ്പാലിൽ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവുമോ? ഉണ്ട്, 100% ഉണ്ട്. ഓക്കെ. രണ്ടാമത്തെ, ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ തന്നെ PSG മെഡിക്കൽ കോളേജ്, രാമയ്യ മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ളടത്ത് മാനേജ്മെന്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഏത് സ്റ്റേറ്റിലും 1ാമത്തെ ഓപ്ഷൻ കിട്ടും. PSG ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ കിട്ടും. അത് തന്നെ. PSG കേരളത്തിൽ ഏത് കോളേജ് വെച്ചാലും കിട്ടും. അതുപോലെ തന്നെ ഡീംഡിൽ ഏത് കോളേജുകൾ വെച്ചാലും കിട്ടും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ എല്ലാം കിട്ടും. ശരി സാർ, അതറിയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ. അതിനകത്ത് സാറിന് കോളേജ് ഏതാണ് താല്പര്യം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ആയിക്കോട്ടെ സാർ, താങ്ക് യു. ബൈ. ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ മാം. ഹായ് ശിവൻ സാർ. നമസ്തേ. എന്റെ സ്കോർ 588. ഞാൻ OBC MTL മുസ്ലിം കാറ്റഗറിയാ. ഓക്കെ. കേരളത്തിൽ ഒരു സെൽഫ് ഫിനാൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ട്രാവൻകൂർ, KMCT, കരുണ, ബിംസ്, ശ്രീനാരായണ, PK ദാസ് പോലുള്ള എല്ലാ കോളേജുകളും അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടും. തേർഡ് വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് താങ്കളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഏറ്റവും ടോപ്പിലോട്ട് തന്നെ വരാം. കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. തേർഡ് വരെ മാറാം, പക്ഷെ MES വരെ എത്തുമെന്ന് തോന്നുന്നില്ല. ശരി, ബൈ. ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പറയൂ. എന്റെ പേര് ബിജു എന്നാണ്. ഓക്കെ. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അവള് ജില്ലന്റെ പാലായിൽ പഠിച്ചതാണ്. ഓക്കെ. അത് അവൾക്ക് മാർക്ക് 640 സാറേ. ഓക്കെ. അവർക്ക് ESI IT ഉണ്ട്. ഓക്കെ. ഞാൻ OBC ചെയ്തവയാണ്. ഓക്കെ.
കൊല്ലത്ത് കിട്ടുമായിരിക്കും സാറേ. ഓൾ ഇന്ത്യ വഴി കൊല്ലത്ത് കിട്ടാവുന്നതാണ്, അല്ല ഗുൽബർഗ, ചെന്നൈ, കോയമ്പത്തൂര് ഒക്കെ കിട്ടാവുന്നതാണ്. അതെ അതെ, ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കൊടുത്തിട്ട് എടുക്കണം, സീറ്റ് എടുക്കണം. നമുക്ക് വേറെ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ESIയുടെ 11 മാത്രം വെക്കുന്നതായിരിക്കും നല്ലത്. ധാരാളം മതിയാവും. ഹലോ ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധാരാണ് സംസാരിക്കുന്നത്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് ദുബായിൽ നിന്നാണ്. എന്റെ പേര് നസീർ എന്നാണ്. പറയൂ സാറേ. നമസ്കാരം സാർ. നമസ്തേ. എന്റെ മോന് 552 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. മുസ്ലിം മൈനോറിറ്റി ഉണ്ട്. അപ്പോ കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം മൈനോറിറ്റി കോളേജിൽ ചാൻസ് ഉണ്ടോ? 100%. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ, സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ സീറ്റുകൾ കിട്ടി. തേർഡ് അലോട്ട്മെന്റ് വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ സാധ്യതയുണ്ട് സാർ? എല്ലാ കോളേജുകളും 19 കോളേജുകളും വെക്കുകയാണെങ്കിൽ ചെറിയ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഉറപ്പായിട്ട് കിട്ടും. 552 അതെ, ചിലപ്പം സെക്കൻഡിലായിരിക്കും കിട്ടുക, പക്ഷെ സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതെ. ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ. മോക്ക് വേണ്ടിയാണ്. മോക്ക് 588 മാർക്കുണ്ട്. കേരള EWS ഉണ്ട്. അപ്പൊ എന്താണ് സാധ്യത? കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിങ് മേഖലകൾ മാത്രമേ സാധ്യതയുള്ളൂ. ഗവൺമെന്റ് കിട്ടാതെ പോയി. എന്നാൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദ, ഹോമിയോ എല്ലാം ഗവൺമെന്റ് മേഖലയിൽ ലഭിക്കും. അല്ല സാർ, അവർക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഒരു നിൽക്കുകയാണ്. സെൽഫ് ഫിനാൻസിംഗില് സാറിന്റെ അടുത്തുള്ള കോളേജുകളൊക്കെ കിട്ടും, കിട്ടാൻ സാധ്യതയുള്ളൂ. കേരളത്തിന്റെ മാത്രം കൊടുത്താൽ മതി. കേരളത്തിന്റെ ഗവൺമെന്റ് 12 കോളേജുകൾ കഴിഞ്ഞിട്ട് സെൽഫ് ഫിനാൻസിംഗ് 19 കോളേജുകൾ ആഡ് ചെയ്യണം. കൊടുത്തിട്ട് കാര്യമില്ല. വേണ്ട. ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, പറയൂ മോളെ. ഞാൻ കൊല്ലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 643 മാർക്കുണ്ട് ഇപ്രാവശ്യം. കേരള EWS ഉണ്ട്. അപ്പം എനിക്ക് ഗവൺമെന്റ് സീറ്റ് കേരളത്തിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലോ കിട്ടുമോ? ഓൾ ഇന്ത്യ കിട്ടില്ല മോളെ. കേരള വഴി നമുക്ക് EWS കാറ്റഗറി അനുസരിച്ച് സീറ്റ് കിട്ടും, ഗവൺമെന്റ് സീറ്റ് കിട്ടും. അപ്പൊ ഓൾ ഇന്ത്യയിൽ കൊടുക്കണ്ടേ ഞാൻ? ഓൾ ഇന്ത്യയിൽ കൊടുക്കണ്ടെന്നില്ല. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ ഏത് റാങ്ക് വരെ പോയി നോക്കിയിട്ട് കൊടുത്താലും മതിയാകും. കേരളത്തിലായിരിക്കും താങ്കളുടെ ഗവൺമെന്റ് സാധ്യതകൾ നിലനിൽക്കുന്നത്. കേരളത്തിൽ എവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്? താങ്കളുടെ പ്രിഫറൻസ് ഓർഡർ വെക്കുന്ന ഏതാണെന്ന് അനുസരിച്ചിരിക്കും. കൊല്ലം, എറണാകുളം, പരിയാരം, മഞ്ചേരി, ഇടുക്കി, കോന്നി, പാലക്കാട്. ശരി. ഹലോ, ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധാരാണ് സംസാരിക്കുന്നത്. ശിവൻ സാർ ഒപ്പമുണ്ട് കേട്ടോ. നമസ്തേ. പറയൂ മോനെ. എനിക്ക് 660 ആണ് സ്കോർ. BX കാറ്റഗറിയാ. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ. തീർച്ചയായിട്ടും. കാരണം നമുക്ക് കാണാം, കഴിഞ്ഞ തവണ ഒരു 3300, 3400 റാങ്ക് ആണെങ്കിലും തേർഡ് അലോട്ട്മെന്റിൽ തന്നെ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ ആ റേഞ്ചിലാണ് താങ്കൾ നിൽക്കുന്നത്. 2500, 2600 കേരള റാങ്ക് എന്താണെങ്കിലും വരുമല്ലോ. അപ്പം കേരള ഗവൺമെന്റ് കേരള അലോട്ട്മെന്റ് വഴി തന്നെ വരും. താങ്കളുടെ പ്രിഫറൻസ് ഓർഡറിനനുസരിച്ചിരിക്കും. എങ്കിലും കൊല്ലം, എറണാകുളം, പരിയാരം, മഞ്ചേരി, ഇടുക്കി, കോന്നി ഒക്കെ ആയിരിക്കാം. ഒരു 670 ആൺകുട്ടികൾക്കും 680 പെൺകുട്ടികൾക്കും. ശരി. എനിക്ക് കേരളമാണ് കൂടുതൽ പ്രിഫറൻസ്. അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട അതർ സ്റ്റേറ്റ്സ് വെക്കേണ്ട ആവശ്യമില്ല. ഇല്ല. ശരി. ഡയലി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധാരാണ് സംസാരിക്കുന്നത്. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദിക്കാം. ഞാൻ ആലപ്പുഴയിൽ നിന്ന് എന്റെ മോന് വേണ്ടിയാണ്. പറയൂ മാം. എന്റെ മോന് 581 മാർക്ക് ഉണ്ട്. കേരളത്തില് ജനറൽ കാറ്റഗറിയാണ്. കേരളത്തില് സെൽഫ് കിട്ടാൻ ചാൻസ് ഉണ്ട് സാറേ? തീർച്ചയായിട്ടും. 7500 ഒക്കെ റാങ്ക് വന്ന് കിട്ടും. ഉറപ്പായിട്ടും സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റുകളിൽ ഒരു സെൽഫ് ഫിനാൻസ് MBBS സീറ്റ് കിട്ടും.
താങ്ക് യു ഓക്കെ സാർ. ഓക്കെ. ഡയൽ എ ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ സാറേ. ശിവൻ സാറല്ലേ? അതെ അതെ, നമസ്കാരം ശിവൻ സാർ. നമസ്തേ. കേൾക്കാം. മകൻ ബ്രില്യന്റില്ല പഠിച്ചിരുന്നത്. ആൾക്ക് 706 ആയിരുന്നു മാർക്ക്. ഓൾ ഇന്ത്യ റാങ്ക് 737. എനിക്കൊരു 4 സംശയങ്ങളാണ്. എനി ചാൻസ് ഇൻ ജിപ്മർ? OBC റിസർവേഷൻ ഉണ്ട് അല്ലേ? OBC NC അല്ലേ? ഓക്കെ ഓക്കെ. അല്പസാധ്യത കുറവ് തന്നെയാണ്, കാരണം തമിഴ്നാട്ടിൽ ഇത്തവണ സെലക്ഷൻ കൂടുതലാണ്. തമിഴ്നാട്ടുകാരെല്ലാം ജിപ്മറാണ് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നത്, അതുകൊണ്ട് അല്പസാധ്യത കുറവാണ്. പിന്നെ നമുക്ക് തേർഡ് അലോട്ട്മെന്റ് വരെ നോക്കാം എന്ന് മാത്രം. ഓക്കെ. ഞാൻ അപ്പോ എയിംസ് എനിക്ക് ഓൾ ഇന്ത്യ മാത്രം ചെയ്താൽ മതിയാവും തോന്നുന്നു അല്ലേ മകന് വേണ്ടി? തീർച്ചയായിട്ടും. പിന്നെ ഫസ്റ്റ് റൗണ്ട് തന്നെ അലോട്ട്മെന്റ് കിട്ടിയ അവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും, അല്ല സെക്കൻഡ് റൗണ്ടിലേക്ക് വെയിറ്റ് ചെയ്യണോ? നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചേരുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്കൊരു ക്യാമ്പസ് കാണാം. ഇത്തവണത്തെ ഒരു പ്രത്യേക സാഹചര്യം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫസ്റ്റ് റൗണ്ടിലായിരിക്കും ഏറ്റവും നല്ല സീറ്റുകൾ കിട്ടുന്നത്. മുന്നോട്ട് പോകും തോറും അത്രയും നല്ല സീറ്റുകൾ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് കിട്ടണമെന്ന് സാധ്യതയില്ല. അതുകൊണ്ട് ഓൾ ഇന്ത്യ എടുക്കുന്നവർ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എയിംസ് ഓൾ ഇന്ത്യ എയിംസിലേക്ക് കൊടുക്കാൻ ജിപ്മറും നമ്മുടെ ഇതായിട്ട് കൊടുക്കാം. എന്നിട്ട് മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെ ജിപ്മറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായും. ഓക്കെ ശരി, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഡയൽ എ ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്ക് നീറ്റിന് 672 മാർക്സ് ഉണ്ട്. ഓക്കെ, നല്ല മാർക്കുണ്ട് അല്ലേ? ശരി. അപ്പം തൃശ്ശൂരൊക്കെ കിട്ടാൻ, തൃശ്ശൂര്, മഞ്ചേരി, കണ്ണൂരൊക്കെ കിട്ടാൻ ചാൻസ്? എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ അതോ ജനറൽ കാൻഡിഡേറ്റ് ആണോ? ഞാൻ OBC ബാക്ക്വേർഡ് ഹിന്ദു ആണ്. അപ്പൊ തീർച്ചയായിട്ടും കിട്ടുമല്ലോ. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള കോളേജുകൾ കേരള അലോട്ട്മെന്റ് വഴി തന്നെ ലഭിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടാൻ ചാൻസ്? ഫസ്റ്റ് അലോട്ട്മെന്റിൽ നല്ലൊരു സീറ്റ് കിട്ടും. അത് തേർഡ് വരെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും മോൾ ഉദ്ദേശിക്കുന്ന ഒരു കോളേജിൽ എത്തും. 672 കിട്ടും. BH കാറ്റഗറി ആയതുകൊണ്ട്. അപ്പൊ കോഴിക്കോടും ട്രിവാൻഡ്രം ഒന്നും കിട്ടാൻ പാടായിരിക്കും. തൃശ്ശൂർ കിട്ടൂലേ? കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. പിന്നെ നാളത്തെ അലോട്ട്മെന്റ് വൈകുവോ? 10ാം തീയതിയിലോട്ട് മാറ്റി വെക്കും. 10ാം തീയതിയിലോട്ട്. 10ാം തീയതി മാറ്റി വെച്ചാ? താങ്ക് യു സർ. ഓക്കെ, ബൈ. ഹലോ, ഡയൽ എ ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സാർ. നമസ്തേ, പറയൂ. ഞാൻ ഓൾ ഇന്ത്യ PWDയുടെ കേസ് ചോദിക്കാൻ വിളിച്ചായിരുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. 8ാം തീയതി വരുള്ളൂ. 8ാം തീയതി മാത്രമേ വരികയുള്ളൂ. അലോട്ട്മെന്റ് 10ാം തീയതി ആയിട്ട് ആരംഭിക്കുന്നുള്ളല്ലോ. അപ്പൊ കീമിന്റെ വന്നില്ലായിരുന്നു, അപ്പൊ അതിന്റെ റിസൾട്ട് വന്നില്ലല്ലോ. നമ്മൾ വെരിഫിക്കേഷന് പോയണ്ടായിരുന്നു. അതെ, അതിന്റെ വെരിഫിക്കേഷന്റെ റിസൾട്ട് ഉടൻ തന്നെ കേരളയുടെ സൈറ്റിൽ വരും. ഏതൊക്കെ പ്രോഗ്രാമുകൾക്കാണ് എലിജിബിൾ ഉള്ളതെന്നുള്ളത് അതും ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. ഓക്കെ. ഡയൽ എ ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഇനിയുള്ള ദിവസങ്ങളിലും ബന്ധപ്പെടുക. കൃത്യം 3 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ ശിവൻ സാർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്കെല്ലാം ഏറ്റവും ആധികാരികമായ മറുപടി നൽകാൻ ശിവൻ സാർ വളരെ വലിയ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും, ഞങ്ങളെ വിളിക്കാൻ ശ്രമിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.